എനിക്ക് പൈൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തോ ഈ സിനിമകളിൽ വരെ വളരെ ഒരു നാണക്കേട് പോലെയൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ശരിക്കും എന്താണ് ഈ പൈൽസ് എന്ന് പറയുമ്പോൾ? പൈൽസ് അഥവാ നമ്മുടെ ഹെമറോയിഡ്സ് എന്ന് പറയും. മലദ്വാരത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരുന്ന രക്തക്കുഴൽ ഇങ്ങനെ വികസിച്ചിരിക്കുന്നതിനെയാണ് പൈൽസ് ഹെമറോയിഡ്സ് എന്ന് പറയുന്ന ഒരു രോഗം. അത് വളരെയധികം കോമൺ ആണ് നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും വിദേശ രാജ്യത്താണെങ്കിലും ഒരു 15 മുതൽ 20% പേരിൽ വരെ അതിൻ്റെ ഇൻസിഡൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. അത്രയും കോമൺ ആണ് നമ്മുടെ നാട്ടിലാണെങ്കിലും. പൈൽസ് എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വരുന്നത് തന്നെ ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കാണ്, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സർഫസിൽ ഒത്തിരി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കാണ് പൈൽസ് വരിക. അങ്ങനെയുണ്ടോ? പലതരം ഇത്തരം തെറ്റിദ്ധാരണകളുണ്ട്. ചിലർ പറയും ഇതൊരു തടിപ്പാണോ ട്യൂമറാണോ അങ്ങനെയൊക്കെ പറയും. പക്ഷേ പൈൽസ് എന്ന് പറഞ്ഞ ഒരു ട്യൂമർ അല്ല. അത് നമ്മുടെ രക്തക്കുഴലിൽ പിണഞ്ഞു കിടന്ന് അത് പുറത്തേക്ക് നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ തള്ളി വരുന്ന ഒരു ഇതാണ് പൈൽസ് എന്ന് പറഞ്ഞ അസുഖം. അത് നമ്മുടെ പാരമ്പര്യപരമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടും ചേഞ്ചസ് കൊണ്ടും ഒക്കെ ഇത്തരത്തിൽ പൈൽസിൻ്റെ അസുഖം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ക്രോണിക് ആയിട്ട് ഭയങ്കരമായിട്ട് ചുമ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഒക്കെ ഇത്തരത്തിൽ അസുഖം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് പൈൽസിന് പെട്ടെന്ന്, അതായത് ഒരു ദിവസം കൊണ്ട് ആ സർജറി, ഈ ഒരു പ്രൊസീജിയർ, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിറ്റേ ദിവസം പോകാമെന്നാണോ? കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഭയങ്കര പെയിൻഫുൾ ആണ്, അത് കഴിഞ്ഞ് ഒത്തിരി മരുന്ന് എടുക്കണം എന്നൊക്കെ. പൈൽസിൻ്റെ രോഗത്തിൽ നമ്മൾ എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് പലതരം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള രീതികളിലുള്ള മാറ്റങ്ങൾ, പിന്നെ ഉള്ളത് ചിലതരം സർജറി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സർജറി ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പലതരം കുറച്ച് പെയിൻഫുൾ ആവാനും കുറച്ച് നമുക്കൊരു അനസ്തീഷ്യ റിക്വയർമെൻറ്റും നമുക്ക് കുറച്ച് ദിവസം റെസ്റ്റ് വേണ്ട ആവശ്യങ്ങളൊക്കെ വരും. നമ്മൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ട്രീറ്റ്മെൻറ്റിൽ പൈൽസിൽ നമ്മളുള്ള ചികിത്സയുടെ പേരാണ് ഹെമറോയിഡൽ ആർട്ടറി എംബോളൈസേഷൻ. ഹെമറോയിഡൽ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈൽസിലേക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രക്തക്കുഴലിൽ വീക്കം വന്നിട്ട് അവിടെ തടിച്ച് കാണുന്നതാണ്. അപ്പോൾ ആ രക്തക്കുഴലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ കാലിലെയോ കൈയിലെയോ രക്തക്കുഴലിൽ വെറും 1-2 മില്ലിമീറ്റർ സൈസ് ഓപ്പണിങ് ഈ പിൻ ഹോളിലൂടെ നമ്മൾ ട്യൂബുകൾ കടത്തിവിട്ട് നമ്മൾ പൈൽസിലേക്കുള്ള രക്തോട്ടം നമ്മൾ ചില മെഡിസിൻസ് ഇട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ടോട്ടലി പെയിൻലെസ് ആണ്, വളരെ സേഫ് ആൻഡ് എഫക്റ്റീവാണ്. വിദേശ രാജ്യങ്ങൾക്ക് ഒക്കെ അത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. രാവിലെ വന്ന് വൈകിട്ട് പോകാം. ഇതാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് വീട്ടിൽ പോകാം.